ചുരുക്കി പറഞ്ഞാൽ റബ്ബൊഴിച്ചാൽ പിന്നെ സകലർക്കും ആശാ കേന്ദ്രവും അവൾ തന്നെ. യാ റബ്ബി സല്ലി ഇഹലോകത്താദ്യം പരിചയം ഇരുമാറ, അതുപോലെ തന്നെ കുടിച്ചതും ആചാര. യാ റബ്ബി സല്ലി സുബ്ഹാന റബ്ബി നോക്ക് നീ ഖുദ്റത്തുകൾ, വരവിന്റെ മുമ്പ് നിറച്ചവൻ ഗോഡൗണുകൾ. യാ റബ്ബി സല്ലി പ്രിയപ്പെട്ടവരെ, എന്താണ് മഹാൻ പറഞ്ഞതിന്റെ ആശയമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഉമ്മമാർക്ക് മാത്രമുള്ള 3 മഹത്വങ്ങളാണ്. ഒന്ന്, നമ്മെ ഗർഭം ചുമന്നതാരാണ്? ഉമ്മയാണ്. മരണത്തോടടുത്ത വേദന സഹിച്ച് നൊന്ത് പ്രസവിച്ചതാരാണ്? അതും ഉമ്മയാണ്. നമുക്ക് പാല് തന്ന് നമ്മെ വളർത്തിയതാരാണ്? പ്രിയപ്പെട്ടവരെ, അതും ഉമ്മ തന്നെയല്ലേ. ഈ 3 കാര്യങ്ങൾ ഉപ്പയിൽ ഒഴിവാണ്. മുലപ്പാലിന്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ടാണ് മഹാൻ പറഞ്ഞത്, സുബ്ഹാന റബ്ബി നോക്ക് നീ ഖുദ്റത്തുകൾ, വരവിന്റെ മുമ്പ് നിറച്ചവൻ ഗോഡൗണുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തേക്ക് പൂജാതനാകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയുള്ള പോഷകങ്ങൾ അടങ്ങിയ മുലപ്പാൽ തയ്യാറാക്കിയേ. നമുക്ക് വേണ്ടിയുള്ള മുലപ്പാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജീകരിച്ചു. എന്റെ തങ്കക്കട്ടികളായ ഉമ്മമാരെ, എനിക്ക് ഉമ്മമാരോടൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. നിങ്ങളുടെ മക്കളെ ഗർഭം ചുമന്ന സമയത്ത്, അവരെ പ്രസവിച്ച സമയത്ത്, അവരെ പാലുകൂട്ടി വളർത്തിയ സമയത്ത്, ഈ സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. എന്നാൽ അതിനെല്ലാം പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രതിഫലങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മനോഹരമായ കൊട്ടാരങ്ങൾ, സൗധങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജീകരിച്ചിട്ടുണ്ട്. മക്കളെ പാലൂട്ടി വളർത്തിയ ഉമ്മയാണെങ്കിൽ, ഉമ്മമാരെ, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗത്തിൽ പ്രവിശാലമായ പാലാറുകളും തേനാറുകളും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ മക്കളെ ഗർഭം ധരിച്ച സമയത്തും, അവരെ പ്രസവിച്ച സമയത്തും, അവരെ പാലൂട്ടി വളർത്തിയ സമയത്തുമെല്ലാം ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം. എന്താണ് ഉറപ്പിക്കേണ്ടത്? അല്ലാഹ് റബ്ബേ, എന്റെ ഈ മോനെ നിന്റെ ദീനിന്റെ ഒരു ഖാദിമാക്കിയേക്കാം. അല്ലാഹ്, എന്റെ ഈ മോളെ നിന്റെ ദീനിന്റെ മുറയനുസരിച്ച് ഞാൻ വളർത്താം റബ്ബേ എന്നങ്ങ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെച്ച പ്രതിഫലങ്ങൾക്ക് യാതൊരു കുറവും സംഭവിക്കില്ല. ഉമ്മമാരെ, മുലയൂട്ടിയാൽ സൗന്ദര്യം നശിക്കുമെന്ന പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തി ഉമ്മമാരെയും അമ്മമാരെയും മുലയൂട്ടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കുപ്പിപ്പാൽ കമ്പനിക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ മറ്റു പാലുകളെ അപേക്ഷിച്ച് വളരെയധികം പോഷക മൂല്യങ്ങൾ ഉള്ളതാണ് മുലപ്പാൽ.
അന്നജവും മാംസവും കൊഴുപ്പുമുള്ളതിനാൽ കുഞ്ഞിന്റെ തലച്ചോറിന്റെയും മറ്റും വളർച്ചയെ അത് സഹായിക്കുന്നു. ഉമ്മമാരെ, മുലയൂട്ടാതിരിക്കുന്നത് മൂലം മാതാവിനും കുഞ്ഞിനും നിരവധി രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഉമ്മമാരെ, മുലപ്പാൽ അമൃതാണ് കേട്ടോ. പരിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്നത് 2 വർഷക്കാലം തീർത്തും മക്കൾക്ക് മുലയൂട്ടണമെന്നാണ്. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ഒന്ന് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നൻ വഫിസാലുഹു ഫീ ആമൈൻ അൻഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. അവന്റെ ഉമ്മ പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചാണ് അവനെ ഗർഭം ധരിച്ചത്. മാത്രമല്ല 2 വർഷക്കാലമാണ് അവൾ അവനെ മുലയൂട്ടിയത്. ആയതിനാൽ നിങ്ങൾ എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുവീൻ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, 2 വർഷക്കാലം തീർത്തും മക്കൾക്ക് മുലയൂട്ടണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? 4 മാസമാകുമ്പോൾ ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ട ശേഷം 4 മാസമാകുമ്പോൾ കുഞ്ഞ് കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങും. 4നും 12നും ആഴ്ചകൾക്കിടയിൽ കുഞ്ഞ് തല ഉയർത്തിപ്പിടിക്കും. 8 മാസമാകുമ്പോൾ കിടന്നുരുളാനും മറിയാനും മലർന്ന് കിടക്കാനും കുഞ്ഞിന് സാധിക്കും. 8 മാസം പൂർത്തിയാകുമ്പോൾ പിടിക്കാതെ ഇരിക്കാൻ കുഞ്ഞിന് കഴിയും. 9 മാസമാകുമ്പോൾ കുഞ്ഞ് എഴുന്നേറ്റിരിക്കും. 10 മാസമായാൽ കുഞ്ഞ് മുമ്പോട്ട് നീന്താൻ തുടങ്ങും. 1 വയസ്സായാൽ എഴുന്നേറ്റ് നിൽക്കാനും, 1.5 വയസ്സായാൽ പിടിക്കാതെ നടക്കാനും, 2 വയസ്സായാൽ ഓടാനും സ്റ്റെപ്പുകൾ കയറാനും കുഞ്ഞിന് സാധിക്കും. ഈ സമയത്തൊക്കെ കുട്ടിക്ക് എന്ത് വേണം? നല്ല ആരോഗ്യം വേണ്ടേ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വർഷക്കാലം തീർത്തും മക്കൾക്ക് മുലയൂട്ടണമെന്ന് പറഞ്ഞത്. ചില ഉമ്മമാർ ഉസ്താദുമാരോടൊക്കെ പരാതി പറയാറുണ്ട്. ഉസ്താദേ, എന്റെ മകന് എന്നോട് യാതൊരു സ്നേഹവുമില്ല. എന്താണ് അതിന്റെ കാരണം? മക്കളെ മുലയൂട്ടേണ്ട സമയത്ത് അവർക്ക് കുപ്പിപ്പാൽ വാങ്ങിക്കൊടുത്തു. പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിനും കുഞ്ഞിനും ഇടയിൽ സ്നേഹത്തിന്റെ ഒരു പാലം പണിഞ്ഞിട്ടുണ്ട്. ആ പാലത്തെ ബന്ധിപ്പിക്കുന്നത് മുലയൂട്ടലിലൂടെയാണെന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ അതിലേക്കൊന്നും വിശാലമായി കടക്കുന്നില്ല. സമയം ഒരുപാട് ദീർഘിച്ചു പോയി. അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്മ പൂത്തുലയുന്ന മക്കളായി നിങ്ങളുടെ മക്കൾ മാറുവാൻ റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ മുറാദുൽ മുസ്താഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്ക് വിളിക്കുന്നതിനെയും ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുന്നതിനെയും സംബന്ധിച്ച് നാം സംസാരിച്ചു. കുഞ്ഞിനെ മുലയൂട്ടുന്നതിനെ സംബന്ധിച്ചും ചെറുതായെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇനിയും ബാധ്യതകൾ ഏറെയാണ്. ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ടതിന് ശേഷം 7-ാം ദിവസം സുന്നത്താക്കപ്പെട്ട 3 കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്.
അതിൽ ഒന്നാമതായി സുന്നത്താകുന്നത് നാമകരണം ചെയ്യലാണെന്നും രണ്ടാമതായി സുന്നത്താകുന്നത് അഖീഖ അറുക്കലാണെന്നും മൂന്നാമതായി സുന്നത്താകുന്നത് മുടി കളയലാണെന്നും പ്രഗൽഭ പണ്ഡിതനായ അലി ശിബ്ര മുല്ലസി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതകളിൽ അതിപ്രധാനമായ ഒന്നാണ് നാമകരണം ചെയ്യൽ. പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്കേതു പേരാണ് നല്ലതെന്നും നിനക്കനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മക്കൾക്ക് ഏതു പേരിടണമെന്നും റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. قال النبي صلى الله عليه وسلم إنكم تدعون يوم القيامة بأسمائكم وأسماء آبائكم فأحسنوا أسماءكم رواه أبو داود قال رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ഖിയാമത്ത് നാളിൽ നിങ്ങളെ നിങ്ങളുടെ പേരുകൾ കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരുകളെ കൊണ്ടുമാണ് വിളിക്കപ്പെടുന്നത്. ആയതിനാൽ നിങ്ങൾ നിങ്ങളുടെ പേരുകളെ മെച്ചപ്പെടുത്തുവീൻ. ഏതാണ് സഹോദരങ്ങളെ മെച്ചപ്പെട്ട പേരുകൾ? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഏറ്റവും മെച്ചപ്പെട്ട പേരുകൾ അല്ലാഹുവിന്റെ നാമങ്ങളോടൊപ്പം അബ്ദ് ചേർത്തിടലാണ്. ഏറ്റവും മെച്ചപ്പെട്ട പേരുകൾ ഏതാ? അല്ലാഹുവിന്റെ നാമങ്ങളോടൊപ്പം അബ്ദ് ചേർത്തിടൽ. ഉദാഹരണത്തിന് അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബ്ദുൽ ഫത്താഹ്, അബ്ദുൽ മജീദ്, അബ്ദുൽ ബസീർ, എത്ര സുന്ദരമായ നാമങ്ങളാണ് സഹോദരങ്ങളെ. കുട്ടി ഭാവിയിൽ ഒരു ഡോക്ടറായാൽ, അല്ലെങ്കിൽ ഒരു അഡ്വക്കറ്റായാൽ, അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനായാൽ ഡോക്ടർ അബ്ദുൽ മജീദ് കേൾക്കുവാൻ എത്ര സുന്ദരം, എത്ര ആകർഷണീയം. അഡ്വക്കറ്റ് അബ്ദുൽ ഫത്താഹ് കേൾക്കുവാൻ എത്ര സുന്ദരം, എത്ര ആനന്ദദായകം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കുട്ടിയുടെ ഭാവിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മാതാപിതാക്കൾ മക്കൾക്ക് നല്ല നാമകരണം ചെയ്യണമെന്നും മാത്രം ഇത്തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതകളിൽ അതിപ്രധാനമായ ഒന്നാണ് മക്കളുടെ മേൽ അഖീഖ അറുത്തു കൊടുക്കൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുഞ്ഞിന്റെ പിറവിയോടെ അഖീഖ ബാധ്യതയായെന്നും കുഞ്ഞ് അഖീഖയ്ക്ക് പകരമുള്ള ബലിയാകുന്നുവെന്നും ഒരു ഹദീസിൽ നമുക്ക് കാണാം. കുഞ്ഞ് അഖീഖയ്ക്ക് പകരമുള്ള ബലിയാകുന്നു എന്നതിന്റെ വിവക്ഷ അവന്റെ മാതാപിതാക്കൾ അവന് വേണ്ടി അഖീഖ അറുത്തു കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അവൻ ശുപാർശ ചെയ്യുകയില്ല എന്നതാണെന്ന് ദാറുൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദഹിയ്യത്തിന്റെ മൃഗങ്ങൾക്ക് ഉണ്ടാകേണ്ട സുവിശേഷതകൾ തന്നെയാണ് ഉദഹിയ്യത്തിന്റെ മൃഗങ്ങൾക്കുണ്ടാകേണ്ട സുവിശേഷതകൾ തന്നെയാണ് അഖീഖ അറുക്കപ്പെടുന്ന മൃഗങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അഖീഖ അറുക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് ചൊറി, മുടന്തു തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് കുഞ്ഞിന്റെ മുടി കളയൽ. കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുഞ്ഞിന്റെ മുടി കളയൽ സുന്നത്തുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞിന്റെ മുടിയുടെ തൂക്കമനുസരിച്ച് വെള്ളിയോ സ്വർണമോ ദാനം ചെയ്യൽ സുന്നത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹയോട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ
അനുസരിച്ച് വെള്ളി ദാനം ചെയ്യുവാനും കൽപ്പിച്ചതായി ഹദീസുകളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ഇതുവരെ നാം ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ട ശേഷം അവന്റെ മാതാപിതാക്കൾക്ക് സുന്നത്തായ ബാധ്യതകളാണെങ്കിൽ, അവന്റെ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനോടുള്ള സുന്നത്തായ ബാധ്യതകളാണെങ്കിൽ, ഒരു കുട്ടിക്ക് വകതിരിവുണ്ടാകാൻ തുടങ്ങിയാൽ ആദ്യമായി ആ കുഞ്ഞിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണെന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അൽ-മഅബരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നു. ഒരു കുഞ്ഞിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ ജനിച്ചു, അവിടുന്ന് എവിടെ വഫാത്തായി, അവിടുത്തെയുടെ ഉപ്പയുടെ പേരെന്ത്, ഉമ്മയുടെ പേരെന്ത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി കുഞ്ഞിനെ യഹൂദിയാക്കി വളർത്തണോ, മജൂസിയാക്കി വളർത്തണോ, നസ്രാനിയാക്കി മാറ്റണോ എന്ന് തീരുമാനിക്കേണ്ടത് അവന്റെ മാതാപിതാക്കൾ തന്നെയാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഇന്നമാ യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി ലബവാൻ. എല്ലാ കുട്ടികളും ഇസ്ലാമിക പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ആ കുഞ്ഞിനെ യഹൂദിയാക്കുന്നതും നസ്രാനിയാക്കുന്നതും മജൂസിയാക്കുന്നതുമെല്ലാം അവന്റെ മാതാപിതാക്കളാണ്. കുട്ടികളുടെ ഹൃദയം, കുട്ടികളുടെ കൽബ് ഈ ഗ്ലാസ് പോലെയാണ്. ഇതിലേക്ക് നാം ഒരൽപ്പം പാലൊഴിച്ചാൽ ഇതിൽ എന്തുണ്ടാകും? പാലുണ്ടാകും. കുറച്ച് തേനൊഴിച്ചാലോ തേനുണ്ടാകും. കുറച്ച് വിഷമൊഴിച്ചാലോ വിഷമുണ്ടാകും. എന്നാൽ ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ ഹൃദയം. അവരുടെ കൽബിലേക്ക് നാം എന്താണോ ഇട്ടു കൊടുക്കുന്നത് അതായിരിക്കും അവരുടെ കൽബിൽ ഉണ്ടാവുക. അവർക്കുള്ള കൽബ് ചെറുപ്പമിൽ വെറും പാത്രമാ, നിറയ്ക്കുന്നതേതൊന്നും അതിൽ സ്വീകാര്യമാ. ഒഴിവുള്ള പാത്രം സ്വീകരിക്കും പാല്, അതുപോലെ സ്വീകരിക്കുന്നതാണ് വക്കീല്. നിറയ്ക്കുന്നതേതാണോ അതാ വമിക്കുന്നത്, വിതയ്ക്കുന്നതേതാണോ അതാ കൊയ്യുന്നത്. കൊത്തുന്ന ചിത്രം ആദ്യമേതാണോ അതാ പതിയുന്നതെന്ന് നീ ആദ്യമേ അറിയേണ്ടതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ കൽബുകളിലേക്ക് നാം ഇൽമാണ് നൽകുന്നതെങ്കിൽ അവർ ആലിമീങ്ങളാകും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് മനഃപാഠമാക്കി കൊടുക്കുന്നതെങ്കിൽ അവർ ഹാഫിളീങ്ങളാകും. അല്ലാഹുവിനോടുള്ള ഭയമാണ് നൽകുന്നതെങ്കിൽ അവർ തഖ്വയോടെ ജീവിക്കുന്നവരാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ് നൽകുന്നതെങ്കിൽ അവർ ആശിഖുർ റസൂലാകും. അതല്ല, അവരുടെ കൽബിലേക്ക് നിങ്ങൾ നൽകുന്നത് സിനിമാ ജ്വരമാണെങ്കിൽ അവർ സിനിമാ പ്രേമികളാകും. ക്രിക്കറ്റ് താരങ്ങളോടുള്ള സ്നേഹമാണെങ്കിൽ അവർ ക്രിക്കറ്റ് പ്രേമികളാകും. എന്നാൽ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ അവരുടെ കൽബിലേക്ക് കൊടുക്കുന്നത് അവരിൽ പ്രാവർത്തികമാവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അവർക്ക് ഇൽമ നൽകിയാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്നു നിന്നുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അങ്ങനെയുള്ള മക്കളാകാൻ വേണ്ടി നിങ്ങൾ അവർക്ക് ഇൽമ നൽകണം. പ്രിയപ്പെട്ടവരെ, ഇതുവരെ നാം ഇവിടെ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ഭാവിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പഠിപ്പിച്ച 7 കാര്യങ്ങൾ സമർപ്പിച്ചു. അതേതൊക്കെയാണ്? 1 കുഞ്ഞിന് ബാങ്കും ഇഖാമത്തും കൊടുക്കുക. 2 കുഞ്ഞിന് സാലിഹീങ്ങളെ കൊണ്ട് തൊട്ട് കൊടുക്കുക. 3 കുഞ്ഞിനെ മുലയൂട്ടുക. 4 കുഞ്ഞിന് നാമകരണം ചെയ്യുക. 5 കുഞ്ഞിന് വേണ്ടി അഖീഖ അറുക്കുക. 6 ആ കുഞ്ഞിന്റെ മുടി കളയുക. 7 അവർക്ക് നിങ്ങൾ ഇൽമു നൽകുക. 7 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സേവ് ചെയ്തോ? അല്ലാതെ ഞാൻ ചുമ്മാ പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതുവരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചതിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല. കാരണം ഞാനൊരു രക്ഷകർത്താവല്ല. ഇനി പറയുന്ന കാര്യങ്ങളിൽ ഞാനും നിങ്ങളും ഈ സദസ്സിൽ വന്നിട്ടുള്ള മുഴുവൻ സഹോദരീ സഹോദരങ്ങളും ഉൾപ്പെടുന്നതാണ്. മാതാപിതാക്കളോട് മക്കളായ നമുക്കുള്ള ബാധ്യതകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളിലൂടെ മാത്രമേ നമുക്ക് അല്ലാഹുവിന്റെ പ്രവിശാലമായ സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. നാം എത്ര ഉന്നതരാണെങ്കിലും, ഒരൊറ്റ തഹജ്ജുദ് പോലും മുടക്കാത്ത ആബിദാണെങ്കിലും, നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവനാണെങ്കിൽ, വേദനിപ്പിക്കുന്നവളാണെങ്കിൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. لا يقبل الله منه صرفا ولا عدلا. അവനിൽ നിന്നുള്ള ഒരൊറ്റ ഫർളായ അമലുകളും ഒരൊറ്റ സുന്നത്തായ അമലുകളും അല്ലാഹു സ്വീകരിക്കുകയില്ല. ആ മാതാപിതാക്കളുടെ കാലിന്റെ ചുവട്ടിലാണ് നമ്മുടെ സ്വർഗ്ഗമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണ് നമ്മുടെ സ്വർഗ്ഗം, മക്കളുടെ സ്വർഗ്ഗം. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോൾ ഞാനൊരു സംഭവം ഓർത്തു പോവുകയാണ്. നമുക്കറിയില്ലേ, മഹാനായ ലുഖ്മാനുൽ ഹകീം, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയില്ലേ? 1000 കൊല്ലം ജീവിച്ച മഹാനാണ്. 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്തെടുത്ത മഹാനാ. ആ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്റെ പൊന്നുമോനെ വിളിക്കുകയാണ്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഈ ഉപ്പയ്ക്ക് ഒരാഗ്രഹമുണ്ട്, ഈ ഉപ്പയ്ക്ക് ഒരു അഭിലാഷമുണ്ട്. ഈ ഉപ്പയൊക്കെ മരിക്കാറായി. എന്റെ പൊന്നുമോൻ ഈ ഉപ്പയുടെ ആഗ്രഹം നിറവേറ്റി തരുമോ എന്ന് ചോദിച്ചപ്പോ ആ മകൻ പറയുന്നു, ഉപ്പാ, അവിടുത്തെ ആഗ്രഹം പറഞ്ഞാലും ഉപ്പാ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനോട് പറയുന്നു, ഇഅ്തിനി ബിശൈഇൻ മിനൽ ജന്ന, ഇഅ്തിനി ബിശൈഇൻ മിനൽ ജന്ന. എന്റെ പൊന്നുമോൻ സ്വർഗത്തിലേക്ക് പോയിട്ട് ഈ ഉപ്പയ്ക്ക് എന്തെങ്കിലും കൊണ്ടുതരണം. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനോട് പറയുമ്പോൾ കേവലം 18 വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നുമോൻ പറയുന്നു, 5 മിനിറ്റിനുള്ളിൽ ഞാൻ കൊണ്ടുതരാം ഉപ്പാ. ലുഖ്മാൻ തങ്ങൾ ഫതഹയ്യറ, അവിടുന്ന് തരിച്ചിരിക്കുകയാ. തന്റെ പൊന്നുമോൻ ഏത് സ്വർഗത്തിലേക്കാ പോകുന്നത്? അഥവാ ഏതെങ്കിലും ഒരു സ്വർഗത്തിലേക്ക് പോയാ തനിക്ക് എന്താ കൊണ്ടുതരുന്നത്? ലുഖ്മാൻ തങ്ങൾക്ക് ആകാശങ്ക.
ലുഖ്മാൻ തങ്ങൾ നോക്കുമ്പോ തന്റെ പൊന്നുമോൻ ഓടുകയാ. എവിടേക്കാണ് ഓടുന്നതെന്നറിയുമോ? തന്റെ വീട്ടിന്റെ അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മയുടെ സമീപത്ത് ചെന്നിട്ട് പറയുന്നു, ഉമ്മ, എന്റെ പൊന്നുമ്മ, അവിടുത്തെ ചെരുപ്പൊന്ന് പൊക്കിത്തരുമോ? ആ ഉമ്മ പറയുന്നു,